അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വയനാട് ദുരന്തം ഉരുൾപൊട്ട സമയത്ത് ഒരു ഹൈന്ദവ സഹോദരി ആ സഹോദരിയുടെ ഒരു അനുഭവം പറയുകയാണ്. പള്ളിയിൽ ഞാൻ അത്ഭുത കാഴ്ചയാണ് കണ്ടത് എന്ന്. ഈ ഒരു സംഭവം തീർച്ചയായും നമ്മെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഉരുൾപൊട്ടുണ്ടായ സമയത്ത് പള്ളിയിൽ നിന്നിങ്ങനെ വാങ്ക് കേൾക്കുന്നുണ്ട്. ആ സഹോദരി പറയാണ്, പുലർച്ചയുടെ ബാങ്കിൻ്റെ, അതായത് സുബഹി ബാങ്കിൻ്റെ സമയമല്ല, എന്നിട്ടും ഈ ബാങ്ക് ഉച്ചത്തിൽ കേൾക്കുന്നുണ്ട്. അതേസമയം പറയുന്നു ഉരുൾപൊട്ട് ഉണ്ടായിട്ടുണ്ട്, എല്ലാവരും പള്ളിയിലേക്ക് വരൂ എന്ന് പറയുന്നുണ്ട്. ഞാനൊരു ഹൈന്ദവ സഹോദരിയാണ്. ഞാനെൻ്റെ കുഞ്ഞുമായി എന്ത് ചെയ്യണമെന്നറിയാതെ പള്ളിയിലേക്ക് പോകാൻ പറ്റുമോ? ഞാനൊരു ഹിന്ദു സഹോദരിയല്ലേ? മുസ്ലിം സഹോദരികൾ പോലും പോവാത്ത പള്ളിക്ക് ഞാനെങ്ങനെ പോകും? ഇങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ടോർച്ചുമായി ചില ആളുകൾ അവിടെ വരുന്നത്. എന്നെ കണ്ടപ്പാട് ഒരു ചേച്ചി പള്ളിയിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. ഞാനങ്ങനെ പേടിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് നടന്നു പോകുന്നത്. പള്ളിയിൽ കണ്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. ഒരുപാട് മതസ്ഥർ, പല മതസ്ഥരും ആ പള്ളിയിൽ കയറിയിട്ടുണ്ട് എന്നാണ്. ആ പള്ളിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആഹ്വാനം പറയുന്നുണ്ട്. എല്ലാ മതക്കാരെയും ആ പള്ളിയിൽ കയറ്റിയിട്ടുണ്ട്. ഈ കാഴ്ച കാണുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. ഇത് കാണുമ്പോൾ എനിക്ക് മുമ്പ് നടന്ന ഒരുപാട് സംഭവങ്ങൾ ഓർമ്മ വന്നു. കാരണം പള്ളിയുടെ ബാങ്ക് നിഷേധിക്കണമെന്നും അത് മക്കൾക്കുള്ള പഠിത്തത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ആ പള്ളിയെക്കുറിച്ച് കുറവാക്കി പറഞ്ഞ അത്ഭുതം എന്നെ രക്ഷപ്പെടുത്താൻ നമുക്കുണ്ടായത് പള്ളിയാണ് എന്ന് അത്ഭുതത്തോടു കൂടി കാണുകയാണ്. കാരണം അങ്ങനെയാണ് പലരും കേട്ട് മനസ്സിലാക്കിയത് പള്ളി എന്നുള്ളത് ഒരു തീവ്ര കേന്ദ്രമാണ് എന്നാണ്. അപ്പോൾ പള്ളിയുടെ യഥാർത്ഥ നന്മ കണ്ടപ്പോൾ, പള്ളിയാകട്ടെ, ദേവസ്ഥാനമാകട്ടെ, ചർച്ചാകട്ടെ, ഇവിടെ ഒരുപാട് നന്മയുടെ കഥകൾ ഇവിടേക്ക് പറയാനുണ്ട്. ഒരുപാട് ദുരന്തങ്ങളുണ്ടായപ്പോൾ പല പള്ളികളും, പല അമ്പലങ്ങളും, പല ചർച്ചുകളും ആ സമയത്ത് ഒരുപാട് ആളുകൾക്ക് സഹായത്തിനും രക്ഷയ്ക്ക് കൂടി എത്തിയിട്ടുണ്ട്. ഈ പള്ളികളും ചർച്ചുകളും അതുപോലെ അമ്പലങ്ങളും ഇതൊക്കെ ഒരുപാട് മനുഷ്യന്മാർക്ക് നന്മകൾ ഉണ്ടാക്കിയിട്ടും ഒരുപാട് നന്മകളുടെ കഥകളും അതിന് പറയാനുണ്ട്. എന്നിട്ടും തീവ്രതയുടെയും വർഗീയതയുടെ വിഷവിത്തുകൾ പാകിക്കൊണ്ട് മനുഷ്യ മനസ്സിൽ വൈരാഗ്യമുണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന പലരുമുണ്ട്. പള്ളിയുടെ ബാങ്ക് നിഷേധിച്ചുകൊണ്ടും പള്ളിയെ വെറുത്തുകൊണ്ടും ഒരു ഭാഗത്ത് അമ്പലത്തെയും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ നാടിലുള്ള കേന്ദ്രങ്ങൾ, മതകേന്ദ്രങ്ങൾ എന്നും അത് നമുക്കൊരു ആശ്വാസമാണ്. അതൊരിക്കലും ഈ ഒരു കുരിപ്പ് വന്ന സമയത്തെ ശശികല എന്ന് പറയുന്ന ടീച്ചർ വളരെ മോശമായിട്ടാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത്. ഇത്തരക്കാരിരിക്കുന്ന കാലത്തോളം നമ്മുടെ നാട് ഒരിക്കലും പുരോഗതിയിലേക്ക് പോവുകയില്ല. അള്ളാഹു നമ്മുടെ നാടിൽ ഐക്യവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.